عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ സയ്യിദ് അൽ ഹാഫിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ ഈ മഹത്തായ വെളിയൂറുകെട്ട മഞ്ച ഈ മഹത്തായ നാട്ടക്കൽ ഇസ്മായിൽ അധ്യക്ഷരും സ്റ്റേജിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ മഹത്തായ പള്ളിയും ദർഗയും എല്ലാം അടങ്ങുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ഹദ്ദാദ് തങ്ങൾ, അതുപോലെ നമ്മുടെ ആത്മീയ നേതൃത്വമായ മഹാനായ സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ ഉജര അടക്കമുള്ള സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ എന്ന ആ വെളിച്ചം ഈ നാട്ടിലേക്ക് അത് നൽകാൻ വേണ്ടി വന്ന ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് വലിയ മഹാൻ ഒരു വലിയന്റെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലാ ഖുലഫാഇ, എൻ്റെ കാരുണ്യം, എൻ്റെ അനുഗ്രഹം എൻ്റെ പ്രതിനിധികൾക്കാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമൻ ഖുലഫാഉക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ പ്രതിനിധികൾ ആരാണ് ചോദിച്ചപ്പോൾ മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂനഹാ ഇബാദല്ലാഹ്, എൻ്റെ സുന്നത്ത് ഹയാത്താക്കുകയും അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ പ്രതിനിധികൾ. ആ പ്രതിനിധികൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം എപ്പോഴും വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളാണ് മഹാന്മാരെ അനുസ്മരിക്കുക. നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാണ് നിർവഹിക്കുന്നത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. പക്ഷേ ആ നിസ്കാരത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അഹ്ലുബൈത്തിനെയും അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയും നിസ്കാരത്തിൽ നാം അനുസ്മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, പരിശുദ്ധമായ ഹജ്ജ് നിർബന്ധമായ മാസം. ആ മാസം എന്ന് പറഞ്ഞാൽ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു മാസം. ഒരു ചെറിയ വലിയ കുടുംബം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അടങ്ങുന്ന ആ കുടുംബത്തിന്റെ അനുസ്മരണമാണ് ഇസ്ലാമിൽ ഒരു ഫർളായി അല്ലാഹു നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിന്റെ ശേഷം റുബ്ബമാ യദ്ബഹു ശാത, ആട് അറുത്ത് അവിടുത്തെ കൂട്ടുകാരികൾക്ക്, നാട്ടുകാർക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയെ അനുസ്മരിച്ച് ഭക്ഷണം വിതരണം ചെയ്ത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മറപ്പെട്ടു കൊടുക്കുന്ന ഈ മഹല്ലത്തിൽ, ഈ നാട്ടിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുമായി അതിൻ്റെ പ്രചരണാർത്ഥം ഇവിടെ വരികയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന വലിയ മഹാൻ
വലിയ വലിയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അടക്കം മഹാന്മാർ വന്ന് സിയാറത്ത് ചെയ്ത ഈ കേന്ദ്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ്. ആ സുന്നത്ത്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ സുന്നത്ത് ഹയാത്താക്കുക, അതിന് നേതൃത്വത്തിനാണ് സയ്യിദ് ഹദ്ദാദ് തങ്ങൾ ഈ മഹല്ലത്തിലേക്ക് എപ്പോഴും വന്നുകൊണ്ട് ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, ഈ മഴയത്തും ഒരുപാട് തിരക്കുള്ള പരിപാടികളുണ്ടായെങ്കിലും പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ എത്തിച്ചു തന്ന മഹാന്മാർ അവരനുസ്മരിക്കുന്ന ഉറൂസ് പരിപാടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുകാരും പരിസര പ്രദേശത്തുകാരും ഇതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ മഹത്തായ അൻസ്വാരിയ ജുമാ മസ്ജിദ്, ആ അൻസ്വാരിയ എന്ന പേര് വെക്കാൻ കാരണം ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഇതിന്റെ ബാനിയായ ബഹുമാനപ്പെട്ട PMK ഉസ്താദ് പറഞ്ഞു, സ്വഹാബികളിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ പേരാണ്. ആ പള്ളിക്ക് അൻസ്വാറുകളായ സ്വഹാബത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അൻസ്വാരിയ ജുമാ മസ്ജിദ് എന്ന് വെക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അത്രയും വലിയ ആ മഹാന്മാരുടെ ചാരത്താണ് നാം ഉള്ളത് എന്ന ആ ഓർമ്മയോടുകൂടെ, എന്ന ആ ചിന്തയോടുകൂടെ, നല്ല നെയ്യത്തോടുകൂടെ ഇരിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ ദുആയും നസീഹത്തും അത് മാത്രമാണ് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള നിദാനം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പരിപാടിയും അവൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ മഹത്തായ ഈ ഉറൂസ് പരിപാടി, വെളിയൂറുകെട്ട് മഞ്ച ദർഗാ ഷരീഫ് മഖാം ഉറൂസ്, ഈ മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെയൊക്കെയും നേതൃത്വമായ അൽ ഹാഫിദ് സയ്യിദ് ഫഖറുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ, ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാവട്ടെ. പുത്തൂരിൽ കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപനങ്ങളും നമ്മുടെ ബജ്പയിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജും അവിടുത്തെ പ്രിൻസിപ്പളും ഒരുപാട് ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഹാഫിദും ആലിമും ആബിദുമായി അൽഹംദുലില്ലാ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും സ്വാലിഹീങ്ങളുമായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെല്ലാം വലിയ ആദരവോടുകൂടെ കാണുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തണലിലായി ദീനീ ഖിദ്മത്തിന് നമുക്ക് അല്ലാഹു അവസരങ്ങൾ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് ദർഗയിൽ ദുആഇന് നേതൃത്വം നൽകിയ നമ്മുടെയൊക്കെയും ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങൾ, ഉജ്ര തങ്ങൾ അവറുകൾ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ ദീനിയായ ഖിദ്മത്തിന് ഞങ്ങൾക്കെല്ലാം നീ അവസരം നൽകണേ റഹ്മാനെ. അതുപോലെ ഈ നമ്മുടെ ഉറൂസ് കമ്മിറ്റി, അതിൻ്റെ സ്വാഗത സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ കുഞ്ഞി MS, അതുപോലെ മഗ്രിബിന് മുമ്പ് നടന്ന സ്വലാത്ത് മജ്ലിസ് മഹ്മൂദുൽ ഫൈസി ഓലമുണ്ട് ഉസ്താദ്, അതുപോലെ ഹസൈനാർ ഫൈസി ഖത്തീബറു MJM പരിയാൽ തടുക്ക, അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട BM മുഹമ്മദ് ദാരിമി പുണച്ച ഖത്തീബ് ഉസ്താദ്, ഇബ്രാഹിം മദനി ബീട്ടിക ഉസ്താദ്, അതുപോലെ ഹാഫിദ് നസീർ അഹമ്മദ് സഖാഫി പരിയാൽ തടുക്ക, അതുപോലെ നമുക്ക് കന്നഡ ഭാഷയിൽ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MSM അബ്ദുർ റഷീദ് സഖാഫി സൈനി ഉസ്താദ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹു നൗഫൽ സഖാഫി കളസ ഉസ്താദ് അവറുകൾ, ഈ നാട്ടിലെ ഈ മഹല്ലത്തിലെ ഖത്തീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട റഊഫ് ഹാഷിമി ഉസ്താദ് അടക്കം, അതുപോലെ ഹസൻ മദനി ഉസ്താദി, ഉബൈദുള്ള സഖാഫി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം ഖലീൽ മാലിക്കി ബോളന്തൂർ ഉസ്താദ് അടക്കം ഒരുപാട് ആലിമീങ്ങൾ, ഈ പരിസര പ്രദേശത്തിലുള്ള ഖത്തീബ് ഉസ്താദുമാർ, മുദരിസുമാർ, പരിസരത്തിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഗൗസിയ യൂസുഫ് ഹാജി, അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തിൽ 2 പരിപാടിയാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന മൗലിദ് മജ്ലിസ്, രണ്ടാമത്തെ മജ്ലിസ് നമ്മുടെ ഈ മഹത്തായ ഉറൂസ് പരിപാടി. സ്വന്തം വീട്ടിൽ നടക്കുന്ന പരിപാടി പോലെ എല്ലാ വ്യവസ്ഥകളും വ്യവസ്ഥാപിതമായി
നല്ല അധ്വാനിച്ച് കഠിനാധ്വാനം നടത്തി അൽഹംദുലില്ലാ ഇവിടെ നടത്തുന്നു. ഉമർ ഹാജ്, ഉമർച്ച, യൂസുഫ് ഷാ, അതുപോലെ ഫാറൂഖ് എഞ്ചിനീയർ, അതുപോലെ നമ്മുടെ ഗേറ്റ് ഫാമിലിയുള്ള പ്രവർത്തകന്മാർ, മുഅ്മിനീങ്ങൾ, അതുപോലെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ, പാനീയം ഉണ്ടാക്കി തന്നവർ, പടിയിൽ ഉമർ ഹാജി അടക്കമുള്ള ഒരുപാട് നല്ല നല്ല മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ ഈ ഉറൂസ് പരിപാടിയുമായി നമ്മുടെ ഈ പുത്തൂർ ഭാഗത്തിലെ മുസ്ലിം ജമാഅത്തിൻ്റെയും SYS-ൻ്റെയും SSF-ൻ്റെയും SMA-യുടെയും പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ പ്രത്യേകമായ സ്വാഗതമായി അരുളി, പ്രത്യേകിച്ച് ഇവിടെ വന്നെത്തിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരായി വളർന്നു വരുന്ന മുതഅല്ലിമുകൾ, ഹാഫിളുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെയും അവർക്കും നമുക്കും നാഫിആയ ഉലൂമുകൾ അല്ലാഹു നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആ അവർക്കും സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങളവറുകളെ ആദരവോടുകൂടെ ക്ഷണിച്ച് ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി ഉജ്റ തങ്ങളവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു.